റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഉപനേതാവ് പദവി തന്നില്ലെങ്കിലോ LDF നിയമസഭാ കക്ഷി സെക്രട്ടറി, വിപ്പ് പദവികൾ ഒന്നും ഏറ്റെടുക്കേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പാർട്ടി തീരുമാനം CPI നേതൃത്വം CPM-നെ അറിയിക്കും. ഉപനേതാവ് പദവി കിട്ടില്ലെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതോടെയാണ് CPI സമ്മർദ്ദം കടുപ്പിക്കുന്നത്. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഒരു കാരണവശാലും ഉപകക്ഷി ഉപനേതാവും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകില്ല, ഡെപ്യൂട്ടി ഓപ്പോസിഷൻ ലീഡർ സ്ഥാനം നൽകില്ല എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. ഇത് ഏറെക്കുറെ കടുപ്പിച്ചു. അവർ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് CPI ഒരു പുതിയ സമ്മർദ്ദവുമായിട്ട് വരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകിയില്ലെങ്കിൽ മറ്റ് ചുമതലകളൊന്നും ഏറ്റെടുക്കില്ല എന്നുള്ളതാണോ? കടുപ്പിച്ചാണോ? രണ്ടും കൂട്ടി കൽപ്പിച്ചാണോ CPI? അരുൺകുമാർ, അങ്ങനെ പറയേണ്ടി വരും. അതൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനമായി കൂടി അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ LDF-ലെ കക്ഷികൾക്ക് കിട്ടുന്ന പദവികൾ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഒപ്പം LDF-ന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയും പാർട്ടി വിപ്പും LDF-ന്റെ വിപ്പുമാണ് പ്രധാനമായും കിട്ടുന്നത്. ആ പദവികളിൽ ഇപ്പോൾ ഏറ്റവും അവസാനം LDF പ്രതിപക്ഷത്ത് വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവും ഉപനേതാവും CPIM എടുത്തു. LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പദവി അന്ന് CPIക്ക് കൊടുത്തു. ഈ ചന്ദ്രശേഖരനായിരുന്നു അന്ന് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. വിപ്പ് മറ്റൊരു കക്ഷിക്കും കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇത്തവണ CPIM-മായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന സമയത്തൊന്നും ഉപനേതാവ് സ്ഥാനം വിട്ടു നൽകാൻ പറ്റില്ല എന്ന നിലപാടാണ് അവർ ഇപ്പോഴും എടുക്കുന്നത്. പക്ഷെ അത് കിട്ടിയേ തീരൂ എന്ന നിലപാട് CPIM എടുക്കുന്നു. അതിനിടയിലാണ് അവർ നിലപാട് കടുപ്പിക്കുന്നത്. ഉപനേതാവ് സ്ഥാനമില്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ വിപ്പ്, ഇതിലൊന്നാണ് കിട്ടുന്നത്. സാധാരണഗതിയിൽ സെക്രട്ടറിയാണ് കിട്ടുന്നത്. ആ സെക്രട്ടറി പദവി CPI ഏറ്റെടുക്കുന്നില്ല. അതും കൂടി CPIM കയ്യിൽ വെച്ചോ എന്ന നിലപാടാണ് എടുക്കുക. വിപ്പും സ്വാഭാവികമായും ഇത്തവണ CPI